ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അനദർ ക്ലാസ്. ഇന്ന് നമ്മൾ ഗ്രാമർ ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് തന്നിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഗ്രാമർ ഭാഗം തുടങ്ങുന്നത് 28ാമത്തെ ചോദ്യത്തിലാണ്. ആ ചോദ്യമാണ് നമ്മൾ ഇപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. മറ്റൊന്നുമല്ല, ഇത് എഡിറ്റിംഗ് ആണ്. ഇവിടെ പറഞ്ഞേക്കുന്ന ചോദ്യം ഒന്ന് വായിക്കുക. എഡിറ്റ് ദ പാസേജ് എഡിറ്റ് ചെയ്യുക. എറേഴ്സ് ആർ ഗിവൺ ഇൻ ഇറ്റാലിക്സ്. ഇവിടെ തെറ്റുകൾ, എറേഴ്സ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റാലിക്സിൽ എന്ന് പറയുമ്പോൾ ചരിഞ്ഞ അക്ഷരങ്ങളിൽ തെറ്റ് കൊടുത്തിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ശരിക്കും ഈ പാസേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പുസ്തകത്തിൽ തന്നെയുള്ള ഒരു പാസേജ് ആണ്. പുസ്തകത്തിൽ എന്ന് പറയുമ്പോൾ 2ാമത്തെ യൂണിറ്റില് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന പാഠത്തിന് ശേഷം ആക്ടിവിറ്റി 2-ൽ കൊടുത്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആ ആർട്ടിക്കിൾ ആണ് ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ പുസ്തകം വൃത്തിയായിട്ട് വായിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അറിയാവുന്ന ആളുകൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതറിയത്തില്ലെങ്കിലും എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കുക, തെറ്റുകൾ ഇവിടെ ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ വരിയിൽ വുമൺ എന്നുള്ള വാക്ക് അതിന്റെ ബ്രാക്കറ്റിൽ എ എന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വരിയിൽ ആർ പ്രൊഡ്യൂസിങ് എന്ന ഭാഗം അതിന്റെ ബ്രാക്കറ്റിൽ ബി എന്ന് കൊടുത്തിട്ടുണ്ട്. 3ാമത്തെ വരിയിൽ ന്യൂ എന്നുള്ള വാക്ക് അതിന്റെ ബ്രാക്കറ്റിൽ സി ഉണ്ട്. അതേ വരിയിൽ തന്നെ എഫേർട്ട് അതിന്റെ ബ്രാക്കറ്റിൽ ഡി ഉണ്ട്. ഇനി അടുത്ത വരിയിൽ സക്സസ് എന്നുള്ള വാക്ക് അതിന്റെ ബ്രാക്കറ്റിൽ ഇ ഉണ്ട്. ഇനി അതിനുശേഷം അവസാനം ഹൈലൈറ്റ് എന്നുള്ള വാക്ക് അതിന്റെ ബ്രാക്കറ്റിൽ എഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ തെറ്റുകൾ. ഇനി ഇതെങ്ങനെ കറക്റ്റ് ചെയ്യാം, ഇതാണ് നമ്മളിപ്പോ നോക്കാനായിട്ട് പോകുന്നത്. ആ ഫസ്റ്റ് വരിയിലെ തെറ്റ് തന്നെ നോക്കുക. നമുക്ക് മുഴുവൻ കാര്യങ്ങളൊന്നും വായിച്ചു നോക്കേണ്ട കാര്യമില്ല. ആ വുമൺ എന്നുള്ള വാക്കാണ് അവിടെ തെറ്റ് എന്നുള്ള രീതിയിൽ കാണിച്ചിരിക്കുന്നത്. അവിടെ എന്ത് തെറ്റാണ് എന്ന് നമുക്ക് നോക്കാം. എ ഗ്രൂപ്പ് ഓഫ്, അതിന്റെ കൂടെയുള്ള ഭാഗം ഒന്ന് നോക്കുക. എ ഗ്രൂപ്പ് ഓഫ് ട്രൈബൽ വുമൻ എന്നാണ് അല്ലെ. എ ഗ്രൂപ്പ് ഓഫ് ട്രൈബൽ. എ ഗ്രൂപ്പ് എന്ന് പറയുന്ന വാക്ക് നമുക്കറിയാം, ഒരു സംഘം എന്നാണ് അല്ലെ. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടമാണ്, ഒരു കൂട്ടത്തെ കാണിക്കുന്ന ഒരു വാക്കാണ്. ഇവിടെ നോക്കിയേ, വുമൺ. വുമൺ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ അല്ലെ. വുമൺ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ. ഇപ്പൊ ഒരു പുരുഷനാണെങ്കിൽ നമ്മൾ ഏത് വാക്കാണ് ഉപയോഗിക്കുന്നത്? മാൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് അല്ലെ. മാൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്നിൽ കൂടുതൽ പുരുഷന്മാരുണ്ടെങ്കിൽ ഏത് വാക്കാണ് ഉപയോഗിക്കുന്നത്? മെൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് അല്ലെ. ഒരു പുരുഷനാണെങ്കിൽ നമ്മൾ മാൻ എന്ന് പറയും, ഒന്നിൽ കൂടുതൽ പുരുഷന്മാരുണ്ടെങ്കിൽ മെൻ എന്ന് പറയും അല്ലെ. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനു മുമ്പിൽ, ആ മാനിന് മുമ്പിൽ ഒരു സ്ത്രീ ആണെങ്കിൽ ആ മാനിന് മുമ്പിൽ ഒരു WO ചേർത്താൽ മതി, വുമൺ. ഒന്നിൽ കൂടുതൽ സ്ത്രീകൾ ഉണ്ടെങ്കിലോ ആ മെൻ എന്നുള്ള വാക്കിന് മുമ്പിൽ എന്ത് ചെയ്യുക? ഒരു WO ചേർത്ത് കൊടുത്താൽ മതി, വിമൻ. ഒന്നിൽ കൂടുതൽ സ്ത്രീകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാക്കാണ് വേണ്ടത്. അപ്പൊ ഗ്രൂപ്പ് എന്ന് ഇവിടെ കണ്ടു, കൂട്ടമാണ്. അപ്പോൾ ഒരു സ്ത്രീയുടെ കൂട്ടം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒന്നിൽ കൂടുതൽ സ്ത്രീകൾ വേണം. അപ്പോൾ ഒരു സ്ത്രീ എന്നുള്ളതാണ് ഇവിടുത്തെ തെറ്റ്. നമുക്കത് എന്ത് വേണം? ഒന്നിൽ കൂടുതൽ സ്ത്രീകൾ എന്ന് കാണിക്കുന്ന വിമൻ എന്നുള്ള വാക്കാണ് വേണ്ടത്. അപ്പൊ നമ്മൾ ഇതിന്റെ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ആൻസർ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതണം? 28 ക്വസ്റ്റ്യൻ നമ്പർ നമ്മൾ ഇടുക. 28 എന്ന് ക്വസ്റ്റ്യൻ നമ്പർ ഇടുക. എന്നിട്ട് അതിനുശേഷം എ എന്ന് ഇടുക. എയുടെ ആൻസർ എന്താണ്? വിമൻ എന്നുള്ളതാണ്. അത് മാത്രം എഴുതി കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അവിടുത്തെ പ്രശ്നമെന്ന് നോക്കുക. ദേ ആർ പ്രൊഡ്യൂസിങ്. അതിന് മുമ്പത്തെ കാര്യമൊന്നും നമ്മുടെ വിഷയമല്ല. ദേ ആർ പ്രൊഡ്യൂസിങ്, ഇതൊരു വെർബിന്റെ ഭാഗമാണ് അല്ലെ. ആർ പ്രൊഡ്യൂസിങ് വെർബിന്റെ ഭാഗമാണ്. അവിടെയാണ് തെറ്റ് വന്നേക്കുന്നത്. അപ്പൊ ഈ വെർബിന്റെ ഭാഗത്ത് പ്രശ്നമുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ദേ ആർ പ്രൊഡ്യൂസിങ് തൗസൻഡ്സ് ഓഫ് അംബ്രല്ലാസ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ്. അടുത്ത വെർബ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ്ഡ് ആണ്. അതാണ് അവിടുത്തെ 2ാമത്തെ വെർബ്. അത് ശരിയാണ്. ആ ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്ന വെർബ് ശരിയാണ്. അപ്പൊ അതേ രീതിയിൽ വേണം ഈ വെർബിന്റെ ഭാഗവും വരാൻ. അപ്പൊ ഈ വെർബിന്റെ ഭാഗം പക്ഷെ വേറെ രീതിയിലാണ് കിടക്കുന്നത് അല്ലെ. ആർ പ്രൊഡ്യൂസിങ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ശരിയായിട്ടുള്ള വെർബ് എങ്ങനെയാണ് കിടക്കുന്നത്? ഇൻട്രൊഡ്യൂസ്ഡ്. അതേ രീതിയിലേക്ക് ഈ തെറ്റായിട്ടുള്ള വെർബിന്റെ ഭാഗത്തെ മാറ്റുക. അപ്പൊ ആർ അങ്ങ് വെട്ടിക്കളയുക. ഇപ്പുറത്ത് അങ്ങനെയൊന്നും ഇല്ല, അതങ്ങ് വെട്ടിക്കളയുക. പ്രൊഡ്യൂസിങ് എന്നുള്ള സംഭവം എന്താക്കുക? ഇൻട്രൊഡ്യൂസ്ഡ് എന്നുള്ള രീതിയിലാക്കുക. അപ്പൊ എന്ത് വരും? പ്രൊഡ്യൂസ്ഡ് എന്ന് വരും. പ്രൊഡ്യൂസ്ഡ്. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പൊ ബി ക്വസ്റ്റ്യന്റെ ആൻസർ ഇതാണ്, പ്രൊഡ്യൂസ്ഡ്. അങ്ങനെ വരും. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത സി നോക്കാം. സി നിങ്ങൾ നോക്കുക. ന്യൂ അല്ലെ. KNEW ന്യൂ. അതൊരു വെർബാണ്. പക്ഷെ നിങ്ങളൊന്ന് വായിച്ചു നോക്കി. ഇൻട്രൊഡ്യൂസ്ഡ് 21 ന്യൂ വെറൈറ്റീസ്. ന്യൂ വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ പുതിയ വെറൈറ്റികൾ എന്നാണ്.
അല്ലെ? പുതിയ വെറൈറ്റികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പുതിയത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം KNEW ന്യൂ അല്ല അവിടെ വേണ്ടത്, കെ അവിടെ വേണ്ട, വെറും NEW ന്യൂ ആണ് പുതിയത് എന്നർത്ഥം വരുന്നത്. അപ്പോൾ നമ്മുടെ സിയുടെ ആൻസർ എന്താണ്? NEW ന്യൂ ആണ് സിയുടെ ആൻസർ. ഇനി അടുത്ത നോക്കുക, അടുത്ത വന്നേക്കുന്നത് എഫേർട്ട് എന്നുള്ളതാണ്. തെറ്റ് വന്നിരിക്കുന്നത് എഫേർട്ട് എന്നുള്ള ഭാഗമാണ്. അപ്പൊ എഫേർട്ട് തെറ്റാണ് അല്ലെ? അതിന്റെ കൂടെയുള്ള വാക്ക് നിങ്ങൾ നോക്കിയേ, ഹാവ്. എഫേർട്ടിന്റെ കൂടെ വന്നിരിക്കുന്നത് ഹാവ് ആണ്, അത് ശരിയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാളുള്ളപ്പോൾ ഈ എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ ഉള്ളൂ അല്ലെ? എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ ഉള്ളൂ. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരാളുള്ളപ്പോൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന സാധനമല്ല ഹാവ് നമുക്ക് അതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉള്ളപ്പോഴാണ് സാധാരണ നമ്മൾ ഹാവ് അതിനോടൊപ്പം ഉപയോഗിക്കുന്നത്. ഒരാളുള്ളപ്പോൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് ഈസ്, വാസ്, ഹാസ്, ഇങ്ങനെ എസ്സിൽ അവസാനിക്കുന്ന വാക്കുകളാണ്. ലൈക്സ്, ഇങ്ങനെ എസ്സിൽ അവസാനിക്കുന്ന വാക്കുകളാണ് ഒരെണ്ണമുള്ളപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരെണ്ണമുള്ളപ്പോൾ നമ്മൾ കൂടെ ഉപയോഗിക്കുന്നത് എസ്സിൽ അവസാനിക്കുന്ന വാക്കുകളാണ്. ഒന്നിൽ കൂടുതലുള്ളപ്പോഴാണ് ഹാവ്, അതുപോലെ ആറ്, വേറ് ഒക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ എസ് ഇല്ലാത്ത വെർബുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഐയുടെയും യുവിൻ്റെയും കേസിൽ ഈ നിയമം ബാധകമല്ല. അത് നമുക്ക് പിന്നീട് നോക്കാം, അത് വേറൊരു അവസരത്തിൽ നോക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് ഇവിടെ ഹാവ്, ഇവിടെ എന്താണ് ഹാവ് എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പോയിന്റ്. ഒന്നിൽ കൂടുതലുള്ളപ്പോഴാണ് ഈ ഹാവ് ഉപയോഗിക്കുന്നത്. ഇവിടെ എഫേർട്ട് എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഒരെണ്ണേ ഉള്ളൂ, അതിനോടൊപ്പം ഹാവ് ചേരില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? എഫേർട്സ് എന്ന് ഒന്നിൽ കൂടുതലാക്കി കൊടുക്കുക, എഫേർട്സ് എന്ന് ആക്കി കൊടുക്കുക, എഫേർട്സ് എന്ന് ആക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ഉത്തരം എന്ത് വരും? നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് നോക്കുക, ഡി, എഫേർട്സ്, പരിശ്രമങ്ങൾ, അതിൻ്റെ കൂടെ ഹാവ് ചേരൂ. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇനി നമുക്ക് അടുത്ത നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കുക, സക്സസ്. അത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താ കാര്യം? സക്സസിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. സക്സസിന്റെ സ്പെല്ലിംഗ് ഇതല്ല, SUCCESS എന്നുള്ളതാണ് സക്സസിന്റെ സ്പെല്ലിംഗ്. 2 S അല്ലെ, ഡബിൾ എസ് നമുക്ക് ആവശ്യമാണ്. സക്സസിന് ഡബിൾ എസ് ആവശ്യമാണ്, ഇവിടെ ഡബിൾ എസ് ഇല്ല. ഇനി ലാസ്റ്റ് വന്നേക്കുന്ന നോക്കുക, ഹൈലൈറ്റ് എന്നുള്ളതാണ് അല്ലെ, ആൻഡ് ഹൈലൈറ്റ്. നോക്കുക, ആ സെന്റൻസ് ഫുള്ള് നിങ്ങൾ നോക്കിയേ. ദിസ് സക്സസ് സ്റ്റോറി അണ്ടർസ്കോർസ്. അവിടെ നോക്കുക, ദിസ് സക്സസ് സ്റ്റോറി അണ്ടർസ്കോർസ്, ഇതാണ് അവിടുത്തെ വെർബ്. ദ ഡിറ്റർമിനേഷൻ ഓഫ് ദീസ് വിമൻ ആൻഡ് ഹൈലൈറ്റ്. ഈ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഇവിടെ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് മുമ്പ് വരുന്ന വെർബ് നിങ്ങൾ നോക്കുക, അണ്ടർസ്കോർസ് അല്ലെ, അണ്ടർസ്കോർസ് എന്നുള്ളതാണ് വെർബ്. അത് ഉപയോഗിച്ചിരിക്കുന്ന രീതി നോക്കിയ അണ്ടർസ്കോർസ്. പക്ഷേ ആൻഡിന് ശേഷം കിടക്കുന്ന ഹൈലൈറ്റ് എന്ന് പറയുന്ന വെർബ് കണ്ടോ? ഈ ഹൈലൈറ്റ് എന്ന് പറയുന്ന വെർബിനകത്ത് അവസാനം എസ് ഉണ്ടോ? ഈ അണ്ടർസ്കോർസ് അവസാനം എസ് ഉണ്ട്, പക്ഷെ ഇതിന്റെ അവസാനം എസ് ഇല്ല. അത് തന്നെയാണ് പ്രശ്നം. അപ്പൊ ശരിയായിട്ടുള്ള വെർബ് അണ്ടർസ്കോർസ് ആണ്. തെറ്റ് കൊടുത്തിരിക്കുന്ന ഹൈലൈറ്റിന്റെ കൂടെ എസ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം അങ്ങ് മാറും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെ നമുക്ക് മറ്റൊരു തരത്തിൽ നോക്കാം അല്ലെ. ദിസ് സക്സസ് സ്റ്റോറി, സ്റ്റോറി ഒരെണ്ണേ ഉള്ളൂ. അങ്ങനെ ഒരെണ്ണേ ഉള്ളെങ്കിൽ അവസാനം എസ് വരുന്ന വെർബ്. ആ ഒരു രീതിയിൽ അങ്ങനെയാണ് ഇവിടെ അണ്ടർസ്കോർസ് എന്ന് വന്നിരിക്കുന്നത്. ഹൈലൈറ്റിന്റെ കേസിൽ അത് കൊടുത്തിട്ടില്ല. അപ്പൊ ആ എസ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമായി. എഫ് എന്താണ്? ഹൈലൈറ്റ്സ്. അതാണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഡിറ്റിംഗ് ചെയ്യേണ്ടത്. കഴിഞ്ഞ വർഷം ഓരോ തെറ്റ് തിരുത്തുമ്പോഴും നമുക്ക് കിട്ടിയിരുന്നത് എന്താണ്? 1 മാർക്ക് വെച്ചിട്ടാണ്. പക്ഷേ ഇവിടെ ഇത്തവണ 1/2 മാർക്കാണ് ഒരു തെറ്റ് തിരുത്തുമ്പോൾ നമുക്ക് തരുന്നത്. അങ്ങനെ മൊത്തത്തിൽ 3 മാർക്കാണ് ഈ ചോദ്യത്തിന് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു.